ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും വിഭൂതി തിരുനാളിൻ്റെ ആശംസകൾ, പ്രാർത്ഥനകൾ സ്നേഹപൂർവ്വം നേരുന്നു. ഇന്ന് നോമ്പ് ആരംഭത്തിൻ്റെ ദിവസമാണ്. നെറ്റിയിൽ ചാരം പൂശി പ്രാർത്ഥിച്ച് അനുദപിച്ച് നമ്മളൊരു യാത്ര ആരംഭിക്കുകയാണ്. 2022 ആണ്ടിൽ വിമലഹൃദയ പ്രതിഷ്ഠയിലൂടെ 33 നാൾ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിച്ച് വചനം കേട്ട് ദിവ്യകാരുണ്യനാഥനെ ആരാധിച്ച് പുണ്യം ശീലിച്ച് നടന്നായിരുന്നു. ഇത്തവണത്തെ 2023 ആണ്ടിലെ നോമ്പ് കാലത്ത് കർത്താവിൻ്റെ കുരിശുമരണത്തിനും തിരുവുദ്ധാനത്തിനും ഒരുക്കമായിട്ട് 40 നാൾ നമ്മൾ പ്രാർത്ഥിച്ച് ഒരുങ്ങുകയാണ് കാരുണ്യ വഴി ഈ ശുശ്രൂഷയിലൂടെ. ഇതിനകം നിങ്ങൾ ഈ ശുശ്രൂഷയെക്കുറിച്ച് അറിഞ്ഞിട്ടുണ്ട്. താല്പര്യത്തോടെ പ്രാർത്ഥിക്കാൻ മനസ്സോടെയാണ് എന്നെ കേൾക്കുന്ന ദൈവജനം ഇതിനായിട്ട് വന്നിരിക്കുന്നത് എന്നെനിക്കറിയാം. 40 നാളിൻ്റെ ഒരുക്കത്തിലേക്ക് പ്രവേശിക്കുകയാണ്. നമുക്കറിയാം, സീറോ മലബാർ സഭയിൽ അല്ലെങ്കിൽ പൗരസ്ത്യ സഭകളിൽ 50 നോമ്പായിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അതേസമയം ലത്തീൻ സഭയിൽ അത് 40 നോമ്പാണ്. ഈ വ്യത്യാസങ്ങളൊന്നും നിങ്ങളെ കൂടുതൽ കൺഫ്യൂസ്ഡ് ആക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആരംഭത്തിൽ ഇത് പറയുന്നത്. ഞാൻ പറഞ്ഞു ഇന്ന് വിഭൂതി തിരുനാളാണെന്ന് പറഞ്ഞു. ലത്തീൻ സഭയിൽ ബുധനാഴ്ചയാണ് വിഭൂതി തിരുനാളായിട്ട്, വിഭൂതി ബുധനായിട്ട്, ആഷ് വെനസ്ഡേ ആയിട്ട് നമ്മൾ ആചരിക്കുന്നത്. പക്ഷെ നമ്മൾ ആ നോമ്പിലേക്ക്, പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുന്നു. ലത്തീൻ സഭയിൽ 40 നോമ്പാണ്. അതേസമയം സുറിയാനി സഭകളിൽ അത് 50 നോമ്പ്. 40 നോമ്പാണ് ബിബ്ലിക്കൽ നോമ്പ്. ഈശോ എടുത്ത നോമ്പ് 40 നാളിൻ്റെ ഉപവാസമാണ്. പഴയ നിയമത്തിൽ നമ്മൾ നോക്കിയാലും ഈ നോമ്പിൻ്റെയും ഉപവാസത്തിൻ്റെയും ദിവസങ്ങൾ 40 അതാണ് ബിബ്ലിക്കലി കറക്റ്റ്. പിന്നെന്താണ് നമ്മൾ 50 നോമ്പ് ആചരിക്കുന്നത്? ഈ 40 നോമ്പ് എടുത്തിട്ട് അത് തുടർച്ചയായിട്ട് നമ്മൾ എന്തിലേക്ക് പ്രവേശിക്കുന്നു? ഈശോയുടെ പീഡാസഹനത്തെ ഓർത്തൊരു അധിക 10 നോമ്പും കൂടി എടുക്കുന്നു. അങ്ങനെയാണ് 50 നോമ്പ്. അതാണ് ഈ 40-ാം വെള്ളി എന്നൊക്കെ നമ്മൾ ആചരിക്കുന്നില്ലേ? തിങ്കളാഴ്ച മുതൽ, ഇന്ന് മുതൽ നോമ്പ് ആരംഭിച്ചിട്ട് 40 നാൾ എത്തുന്ന ദിവസത്തിൻ്റെ പേരാണ് 40-ാം വെള്ളി. അതിനുശേഷം വീണ്ടും ഒരു 10 ദിവസം ആ പീഠാനുഭവ വാരത്തിൽ ആ നോമ്പ് കണ്ടിന്യൂ ചെയ്ത് 50 നോമ്പായിട്ട് നമ്മളിതിനെ ആചരിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മുടെ ഈ ശുശ്രൂഷയുടെ കാരുണ്യ വഴിയുടെ ആരംഭ ദിനമാണ്. കാരുണ്യ വഴി എന്ന പേരു തന്നെ നിങ്ങളുടെ ധ്യാനമാകണം. ഈശോയുടെ കുരിശുമരണത്തെയും അതിന് മുന്നോടിയായി അവൻ ഏറ്റെടുത്ത പീഠാസഹനത്തെയും ആ പീഠാസഹനത്തിൻ്റെയും കുരിശുമരണത്തിൻ്റെയും ഫലമായി നമുക്ക് സമ്മാനിച്ച രക്ഷയെയും അനുസ്മരിക്കാൻ നമുക്കിടാവുന്ന ഏറ്റവും നല്ല പേരാണ് കാരുണ്യ വഴി. അവൻ്റെ ചോര ചൊരിയപ്പെട്ട വഴി കരുണയുടെ വഴിയല്ലാതെ മറ്റെന്താണ്? അപ്പോൾ ഈ കാരുണ്യ വഴിയിലേക്ക്, ഈ ശുശ്രൂഷയിലേക്ക് ദൈവജനമേ നിങ്ങളെല്ലാവരെയും പ്രാർത്ഥനയോടെ സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഈ പ്രാരംഭ ദിനത്തിൽ ഒരു പ്രത്യേക വിഷയമെടുത്ത് സംസാരിക്കുകയല്ല, മറിച്ച് ഈ ശുശ്രൂഷയിലേക്ക് ഒരുക്കുകയാണ്. ഇതിനകം തന്നെ ഈ ശുശ്രൂഷയുടെ 40 നാൾ പോരാ, ഈ ശുശ്രൂഷ കഴിഞ്ഞിട്ടും ഈസ്റ്റർ വരെയുള്ള ആ ദിവസങ്ങളിൽ നമ്മൾ പാലിക്കേണ്ട ചിട്ടകൾ, ക്രമങ്ങളെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. എങ്കിലും ഒരിക്കൽ കൂടെ ഒന്ന് പറഞ്ഞു തരികയാണ്, ആവർത്തിക്കുകയാണ്. നമ്മുടെ മനസ്സിരുത്തി അത് കേട്ട് മനസ്സിലാക്കി ആ യാത്ര അത്രയും ആത്മാർത്ഥതയോടെ നമുക്ക് നടത്തണം. ഒന്നാമത്തെ കാര്യം, ഇതിൻ്റെ നിയോഗം എന്താണ്? നമ്മൾ ഈ ശുശ്രൂഷ നടത്തുമ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട നിയോഗം എന്താണെന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾക്ക് വ്യക്തത ഉണ്ടാകണം. എന്താണത്? വ്യക്തിപരമായ വിശുദ്ധീകരണം, കുടുംബത്തിൻ്റെ വിശുദ്ധീകരണം, തിരുസഭയുടെ വിശുദ്ധീകരണം. മറ്റു പ്രാർത്ഥനകളൊക്കെ നമുക്ക് സമർപ്പിക്കാം. അതിനെക്കുറിച്ചൊക്കെ ഞാൻ വരുന്ന ദിവസങ്ങളിൽ നിങ്ങളോട് പറയുന്നുണ്ട്. എങ്ങനെ വേണം പ്രാർത്ഥന സമർപ്പിക്കാൻ, ഏതൊക്കെ നിയോഗങ്ങൾ വെക്കണം, അതെങ്ങനെ വെക്കണം, അതൊക്കെ ഈ ദിവസങ്ങളിൽ നമ്മൾ ധ്യാനിച്ച് മുന്നോട്ട് പോകുമെങ്കിലും നമുക്കൊരു വ്യക്തത ഉണ്ടാകണം. എന്താണ് ഈ 40 നാളുകളിലെ കാരുണ്യ വഴിയിലൂടെ നമ്മൾ ലക്ഷ്യം വയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ട നിയോഗം? അത് വ്യക്തിപരമായ വിശുദ്ധീകരണം. ഒരു പേഴ്സണൽ ഹോളിനെസ് നമ്മൾ ആഗ്രഹിക്കണം. 2, കുടുംബങ്ങൾ വിശുദ്ധീകരിക്കപ്പെടണം. വിശുദ്ധിയുള്ള കുടുംബങ്ങളിൽ നിന്നല്ലേ വിശുദ്ധിയുള്ള വ്യക്തികൾ രൂപപ്പെടുന്നത്. അപ്പോൾ കുടുംബങ്ങളുടെ വിശുദ്ധീകരണം ആഗ്രഹിക്കണം. ഏറ്റവും പ്രധാനമായിട്ട് തിരുസഭയുടെ വിശുദ്ധീകരണം. പ്രത്യേകിച്ച് ഈ കാലത്ത് സഭയെ ഓർത്ത് നമ്മൾ സങ്കടപ്പെടുന്ന ഒരു കാലത്ത്
ഈ അത്യാധുനിക കാലത്തോട് ഈശോയുടെ സുവിശേഷം പ്രഘോഷിക്കാൻ സഭ അവളെ തന്നെ വിശുദ്ധീകരിക്കേണ്ടത് അത്യന്താപേക്ഷിതമായിരിക്കുന്ന ഒരു സമയത്ത് തിരുസഭയുടെ വിശുദ്ധീകരണം ദൈവജനം ഒരുമിച്ച് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും വേണം. അപ്പോൾ പറഞ്ഞത് ഇതിൻ്റെ ഉദ്ദേശം എന്താണ്, ഈ ശുശ്രൂഷയുടെ പ്രധാനപ്പെട്ട നിയോഗം എന്താണെന്നുള്ളതാണ് പറഞ്ഞത്. അടുത്തത് ഇതിനുവേണ്ടി ചെയ്യേണ്ട ഒരുക്കങ്ങൾ, നമ്മൾ ചെയ്യേണ്ട ഒരുക്കങ്ങൾ. പ്രധാനമായിട്ട് നമ്മൾ ഇത്തരത്തിൽ ഷാലോം ടി വിയിലൂടെ നമ്മൾ ഇത്തരം ശുശ്രൂഷകളൊക്കെ നടത്തുമ്പോൾ നമ്മൾ ആദ്യമേ പറയുന്നൊരു കാര്യമാണ് കുമ്പസാരിച്ച് ഒരുങ്ങണം. എനിക്കറിയാം ഈ പീഠാനുഭവ വാരത്തിൽ ഒരു കുമ്പസാരമുണ്ട്. ഈ ഓശാന കഴിഞ്ഞിട്ട് തിങ്കൾ ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ പള്ളികളിൽ ഒരു ആഘോഷമായ കുമ്പസാരമുണ്ട്. ഒരിക്കലും പള്ളിയിൽ കയറാത്തവർ പോലും വന്ന് കുമ്പസാരിക്കുകയും അതിൻ്റെ പിന്നാലെ പെസഹ വ്യാഴത്തിനും പീഠാനുഭവ വെള്ളിക്കും പള്ളിയിൽ കയറുകയും ചെയ്യും. അങ്ങനെ പോരാ, അവസാനത്തേക്ക് അത് വെക്കണ്ട. നമുക്ക് ആദ്യമേ തന്നെ കുമ്പസാരിച്ചൊരുങ്ങി ഒരു വിശുദ്ധിയുടെ വഴിയെ നടക്കാം. ഇത് നിങ്ങൾക്ക് ലഭിക്കുന്ന അസുലഭ അവസരമാണെന്ന് തിരിച്ചറിയണം. കാരണം ഉണ്ടല്ലോ, ഒരു 40 ദിവസങ്ങളൊക്കെ ഒരു ശീലത്തിലൂടെ, ഒരു പ്രാക്ടീസിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ അത് മെല്ലെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് മാറും, നമ്മൾ അറിയാതെ തന്നെ. അപ്പോൾ വിശുദ്ധി ശീലിക്കാൻ കിട്ടുന്ന ഒരവസരമായിട്ട് ഇതിനെ മനസ്സിലാക്കി സാധിക്കുന്നവരൊക്കെ ഇന്ന് തിങ്കളാഴ്ചയാണ്, ഇന്ന് അല്ലെങ്കിൽ ഈ ദിവസങ്ങളിൽ, ഈ ആഴ്ച നോമ്പിൻ്റെ 1-ാം ആഴ്ച തന്നെ ഒരു നല്ല കുമ്പസാരം നടത്തി ഒരുങ്ങണം. മുമ്പ് വിമലഹൃദയ പ്രതിഷ്ഠയിൽ നമ്മൾ കുമ്പസാരിക്കേണ്ടത് എങ്ങനെയാണ്, നമ്മുടെ കുമ്പസാരങ്ങളിൽ വരുന്ന തട്ടിപ്പ് എന്തൊക്കെയാണ് എന്നൊക്കെ നമ്മൾ ഡീറ്റെയിൽ ചെയ്തിട്ടുള്ളതാണ്. അത് ഓർത്ത് മനസ്സിലാക്കി നല്ല കുമ്പസാരം നടത്തി ഒരുങ്ങണം എല്ലാവരും. അതാണ് ആദ്യം ചെയ്യേണ്ടത്. മറ്റൊന്ന്, നോമ്പെടുക്കണം. നോമ്പെടുക്കണം എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ പരമ്പരാഗത നോമ്പ് വിഭവങ്ങൾ എന്ന് വെച്ചാൽ നോമ്പ് കാലത്ത് നമ്മൾ പരിത്യജിക്കുന്നത്, നമ്മുടെ കാർന്നവന്മാരായിട്ട് ശീലിച്ചത്, നമ്മുടെ സഭയുടെ പാരമ്പര്യത്തിലുള്ളത് നിശ്ചയമായിട്ടും ചിലർ ഇറച്ചി ഉപേക്ഷിക്കും, ചിലർ ഇറച്ചിയും മീനും ഉപേക്ഷിക്കും, ചിലർ ഇറച്ചിയും മീനും മുട്ടയും ഉപേക്ഷിക്കും. ഇനി കുറച്ചുകൂടെ കഠിനമായി നോമ്പെടുക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ഇറച്ചിയും മീനും മുട്ടയും പാലും ഒക്കെ ഉപേക്ഷിക്കുന്നവരുണ്ട്. നല്ലതാണ്. ആ ട്രഡീഷണൽ ഉപേക്ഷിക്കലുകളൊക്കെ ഉണ്ടാകണം. അതിൻ്റെ കൂടെ നമുക്ക് അധിക പ്രിയമുള്ള കുറച്ചൊക്കെ ഉപേക്ഷിക്കണം. അധിക പ്രിയമുള്ള ചിലതൊക്കെ, അത് പാപം തന്നെ ആകണമെന്ന് പോലും ഇല്ല. പാപമുണ്ട്, ചില പാപങ്ങളോട് പ്രിയമുണ്ട്, ഇതല്ല. അല്ലാതെ തന്നെ, ഉദാഹരണത്തിന് വല്ലപ്പോഴൊക്കെ തിയേറ്ററിൽ പോയി സിനിമ കാണുന്നത് എൻജോയ് ചെയ്യുന്ന ഒരാൾ, ഇഷ്ടമാണ് സിനിമ കാണാൻ പോകാനൊക്കെ ഇഷ്ടമാണ്, അത് എൻജോയ് ചെയ്യുന്നുണ്ട്. എൻജോയ് ചെയ്യുന്ന ആൾ എന്ത് ചെയ്യണം? ഇനിയുള്ള 50 ദിവസം ഞാൻ ത്യാഗമെടുക്കുകയാണ്. ചിലർക്കുണ്ടല്ലോ ഈ ഇറച്ചി ഉപേക്ഷിക്കുന്നതിലും മീൻ ഉപേക്ഷിക്കുന്നതിലും വലിയ ത്യാഗമൊന്നുമില്ല, കാരണം അവർക്കിഷ്ടം പച്ചക്കറിയാണ്. അപ്പോൾ പിന്നെ ഇതിനകത്ത് എവിടെയാണ് പരിത്യാഗമുള്ളത്, ത്യാഗമുള്ള എവിടെയാണ്? അപ്പോൾ ഇഷ്ടങ്ങളെ ത്യജിക്കാൻ ബോധപൂർവമായി എഫേർട്ട് എടുക്കണം. അപ്പോൾ സിനിമ കാണാൻ ഇഷ്ടമുള്ള ആൾ സിനിമ വേണ്ടെന്ന് വെക്കുന്നു. അല്ലെങ്കിൽ പുറത്ത് റെസ്റ്റോറൻറ്റ്സിലൊക്കെ പോയി ഭക്ഷണം കഴിക്കുന്നത് എൻജോയ് ചെയ്യുന്ന ഒരാൾ, അതിനോടൊരു പ്രത്യേക ഇഷ്ടം ചായ്വുള്ള ഒരാൾ ഈ 50 ദിവസം ഞാൻ അല്പം ത്യാഗം എടുത്തിട്ട് അങ്ങനെ ഇപ്പോൾ കഴിക്കുന്നില്ല. ഇനി കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ചോക്ലേറ്റ്സ്, ഐസ്ക്രീം ഇഷ്ടമാണ്. പക്ഷേ നിങ്ങളുടെ ഭാഗ്യത്തിന് നോമ്പ് ലിസ്റ്റിൽ അത് വന്നിട്ടില്ല ഇന്നേ വരെ. ചോക്ലേറ്റും ഐസ്ക്രീമും നമുക്ക് തന്നെ ലിസ്റ്റ് ഉണ്ടാക്കാമല്ലോ. ഇനിയുള്ള 50 ദിവസം ഞാൻ ചോക്ലേറ്റും ഐസ്ക്രീമും കഴിക്കുന്നില്ല. അവിടെയാണ് ആ ഞെരുക്കപ്പെടുന്ന ഫീൽ ഉണ്ടാകുന്നത്. എന്തുകൊണ്ടാണ് നമ്മുടെ സഭയിൽ ഈ ഇറച്ചിയും മീനും ഒക്കെ നോമ്പിൻ്റെ ലിസ്റ്റിൽ വന്നത്? കാരണം പഴയ കാലത്ത് അതൊക്കെ ലക്ഷറി ആയിരുന്നു. മീനും ഇറച്ചിയൊക്കെ കിട്ടാക്കനിയായിരുന്നു, കൊതിയുള്ള സാധനങ്ങളായിരുന്നു. ഇന്നിപ്പം നമ്മുടെ ഒന്നും വീടുകളിൽ ഇറച്ചിയും മീനും ഒന്നും കിട്ടാക്കനിയൊന്നുമല്ല. അതിനോട് അത്ര വലിയ കൊതിയൊന്നുമില്ല, കാരണം എല്ലാ ദിവസവും കിട്ടുന്ന സാധനം. പണ്ട് അങ്ങനല്ല, വല്ലപ്പോഴും ഒരിക്കലും ഒരു ഞായറാഴ്ച ഒരാഘോഷത്തിന് കൊതിയോടെ കഴിച്ചിരുന്ന സാധനത്തെ നമ്മുടെ ആളുകൾ വേണ്ടെന്ന് വെച്ചാണ് നോമ്പെടുത്ത്. ഇന്ന് ആ കൊതി മാറിയെങ്കിൽ, നമ്മുടെ ചായവും ഇഷ്ടങ്ങളും മാറിയെങ്കിൽ, എന്തിനോടാണോ പ്രിയമുള്ളത് ആ ലിസ്റ്റും കൂടെ ഇതിൽ ഉൾപ്പെടുത്തണം. അപ്പോൾ ട്രഡീഷണൽ ആയിട്ടുള്ളത് കൈമോശം വരാതെ തന്നെ ലിസ്റ്റ് ഒന്ന് അപ്ഗ്രേഡ് ചെയ്ത് നോമ്പെടുക്കാൻ ഞാൻ സ്നേഹപൂർവ്വം റിക്വസ്റ്റ് ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ ചില ദുശീലങ്ങൾ നമുക്കൊക്കെ ഇല്ലേ, ചില പാപചായ്വുകളും ചില കുറവുകളും ദുശീലങ്ങളും ഒക്കെ. നേരെ പറഞ്ഞ മദ്യപിക്കുന്നത് ഏറ്റവും മുന്തിയ മദ്യപാനിക്കും അറിയാം ഇതത്ര നല്ല കാര്യമൊന്നും അല്ല. പിന്നെ വാദിക്കാൻ വേണ്ടിയും പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ടും നമ്മളതിൻ്റെ സ്വഭാവം, അതിൻ്റെ സവിശേഷതകളൊക്കെ വർണ്ണിച്ച് കേൾപ്പിക്കുമ്പോഴും ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒറ്റയ്ക്കിരിക്കുമ്പോൾ അവനറിയാം ഇതത്ര നല്ല കാര്യമൊന്നുമല്ല. അതറിയാവുന്ന എല്ലാവരും ഇതിനെ വേണ്ടെന്ന് വയ്ക്കുക. പുകവലി, മറ്റെന്തെങ്കിലുമൊക്കെ ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം, എന്തെങ്കിലുമൊക്കെ ചില അഡിക്ഷൻസ് ഒക്കെ നമുക്ക് വരും. പ്രത്യേകിച്ച് ഓരോ പ്രായത്തിനും ഓരോ അഡിക്ഷൻസ് ഉണ്ട്. നമ്മൾ അടിമപ്പെട്ടിരിക്കുന്ന ചില പാപങ്ങൾ, അതിനെയൊക്കെ ഒന്ന് പോസ് ചെയ്യുക,
ഒന്ന് ഫ്രീസ് ചെയ്യുക ഈ 50 നോമ്പിൻ്റെ കാലത്ത്. അത്തരമൊരു പരിത്യാഗം ഒരുക്കം നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണം. ഒപ്പം തന്നെ നമ്മുടെ ഈ ശുശ്രൂഷയുണ്ടല്ലോ, കാരുണ്യ വഴി, ഇതെല്ലാ ദിവസവും കാണാൻ ശ്രദ്ധിക്കുക. എല്ലാ ദിവസവും സമയം അനുവദിക്കും. നിങ്ങളെ ടി വിയിൽ കാണാൻ പറ്റുന്നവർ അങ്ങനെ കാണുക, അല്ലെന്നുണ്ടെങ്കിൽ ഇത് ഓൺലൈനിൽ അപ്ലോഡ് ചെയ്യുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെയെങ്കിലും തീർത്തും പറ്റാത്തവർ അങ്ങനെയെങ്കിലും പങ്കെടുക്കണം. പ്രാർത്ഥിക്കണം കുടുംബം ഒരുമിച്ച്. ദയവ് ചെയ്ത് ഇത് ശ്രദ്ധിച്ചേ. അതായത് നമ്മുടെ കുടുംബ പ്രാർത്ഥനയൊക്കെ മുടങ്ങിക്കിടക്കുക പല കുടുംബങ്ങളിലെയും. അതൊന്ന് റീസ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പല പ്രാവശ്യം നമ്മൾ നോക്കിയിട്ടൊക്കെ നമ്മൾ പരാജയപ്പെട്ടു പോയിട്ടുമുണ്ട്. ഇത്തവണ ഈ കാരുണ്യ വഴിയുടെ ഭാഗമായിട്ട് നമുക്ക് ചെയ്യേണ്ടത് രാവിലെയും വൈകിട്ടും കുടുംബം ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കണം. എങ്ങനെയാണ് ഇത് പ്രാർത്ഥിക്കുന്നത്? രാവിലെ എല്ലാവരും എഴുന്നേൽക്കുന്നൊരു സമയമുണ്ടല്ലോ, ഓരോരുത്തരും ഓരോ സമയത്താണെങ്കിലും എല്ലാവർക്കും ബോധം തെളിയുന്നൊരു സമയമുണ്ടല്ലോ. ചിലപ്പോൾ ആദ്യം എഴുന്നേൽക്കുന്നയാൾ 5 മണിക്ക് എഴുന്നേറ്റു, ആളുടെ കാര്യങ്ങളൊക്കെ ചെയ്തു, അടുത്തയാൾ 5:30, അടുത്തയാൾ 6 മണിക്ക്, ഒരു 6:30-ക്കെങ്കിലും എല്ലാവരുടെയും കണ്ണ് തുറന്നാൽ, എല്ലാവരുടെയും കണ്ണ് തുറക്കുന്ന നേരത്ത് ഒന്ന് വരിക. 5 മിനിറ്റ് എല്ലാവരും കൂടെ വന്ന് ആ കർത്താവിൻ്റെ രൂപത്തിൻ്റെ മുമ്പിൽ നിന്ന് ഒരു ചെറിയ പ്രാർത്ഥന. നിങ്ങളുടെ കയ്യിലൊരു പ്രയർ കാർഡ് ഉണ്ടായിരിക്കും, അത്, അല്ലെങ്കിൽ എളുപ്പത്തിൽ ഞാൻ പറയാം, 91-ാം സങ്കീർത്തനം, കുടുംബം ഒരുമിച്ച് നിന്ന് അത്യുന്നതൻ്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവൻ ഭാഗ്യവാൻ, ഒരുമിച്ച് ചൊല്ലി എല്ലാ ദിവസവും കുടുംബ പ്രാർത്ഥന പ്രഭാതത്തിൽ ഈ 5 മിനിറ്റ് ഒരുമിച്ച് നിന്ന് പ്രാർത്ഥിക്കണം. സന്ധ്യാപ്രാർത്ഥന തിരിച്ചു പിടിക്കണം. വൈകുന്നേരം എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കണം. ഈ 50 ദിവസം, പ്രത്യേകിച്ച് നമ്മുടെ ഈ ശുശ്രൂഷയുടെ 40 ദിവസം, കട അടച്ചിട്ട് വരുമ്പോൾ താമസിക്ക് വെച്ച 40 ദിവസം ആ കുരിശുവരെ ഒന്ന് മുടക്കാതെ അല്പം നേരത്തെ വരാവോ? ട്യൂഷൻ ഉണ്ടച്ച 40 ദിവസം ഈ കുരിശുവര ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യാവോ? നമുക്ക് ആ ശീലം ഒന്ന് തിരിച്ചു പിടിക്കണം. ഞാനിതിനു മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. പലരും പറയാറുണ്ട്, അച്ഛാ തിരക്ക് കാരണം കുരിശ് വരയ്ക്കാൻ പറ്റുന്നില്ല. ഞങ്ങൾക്കൊക്കെ ആഗ്രഹമുണ്ട് അച്ഛാ, എല്ലാ ദിവസവും വൈകുന്നേരം വന്ന് കുരിശ് വരയ്ക്കണം, സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ഇരിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. തിരക്കാണച്ചോ? അതിൻ്റെ ഉത്തരം, പണ്ട് കേൾക്കാതെ പോയവർ, ശ്രദ്ധിക്കാതെ പോയവർ ഉത്തരം മനസ്സിലാക്കി വെച്ചോ. എല്ലാ ദിവസവും അപ്പനും അമ്മയും മക്കളും കൂടെ ഒരല്പം നേരം കർത്താവിൻ്റെ സാന്നിധ്യത്തിൻ്റെ മുമ്പാകെ ഒരല്പം നേരം പ്രാർത്ഥനയോടെ ഇരിക്കാൻ കഴിയാത്ത വിധം തിരക്കുണ്ട് നമുക്കെങ്കിൽ ആ തിരക്ക് ദൈവം ആഗ്രഹിക്കുന്ന തിരക്കല്ല. അത്രേ ഓർത്തേക്ക്. സിമ്പിൾ ലോജിക്കാണ്. ദൈവം മുമ്പാകെ കുടുംബം ഒരുമിച്ച് ഒരല്പസമയം സായാഹ്നത്തിൽ ഇരിക്കാൻ കഴിയാത്ത വിധം തിരക്കുണ്ട് നമുക്കെങ്കിൽ ആ തിരക്ക് ദൈവം ആഗ്രഹിക്കുന്ന തിരക്കല്ല. ദൈവം ആഗ്രഹിക്കുന്ന തിരക്കല്ലെങ്കിൽ ആ തിരക്ക് നമ്മുടെ നല്ലതിനുള്ള തിരക്കും അല്ല. അതുകൊണ്ട് പ്രഭാതത്തിൽ ഒരു 5 മിനിറ്റ് പ്രാർത്ഥന ഒരുമിച്ച്, സായാഹ്നത്തിൽ ഈ സന്ധ്യാപ്രാർത്ഥന, അത് ജപമാലയാകാം, നമ്മുടെ നമസ്കാരമാകാം, റംഷാ പ്രാർത്ഥനയാകാം. അത് നിങ്ങൾ വീട്ടിൽ ചെല്ലുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അങ്ങനൊരു പ്രാർത്ഥന വൈകുന്നേരം ചൊല്ലി പ്രാർത്ഥിക്കാൻ എല്ലാവർക്കും ശ്രദ്ധയുണ്ടാകണം. ഇനി മറ്റൊന്ന്, കൈമോശം വന്നു പോയൊരു ശീലം. ഞാൻ ഈ ഇടവകളിലൊക്കെ ധ്യാനിപ്പിക്കാൻ പോകുമ്പോൾ ചോദിക്കും, ഇതൊരു വിഷയമാണ്, അപ്പോൾ ചോദിക്കും, എത്ര പേരുണ്ട് എല്ലാ ആഴ്ചയും ഒരു ദിവസമെങ്കിലും ഉപവസിക്കുന്ന എത്ര പേരുണ്ട് എന്ന് ചോദിക്കും. ഞാൻ ഓർക്കുന്നുണ്ട്, പണ്ടൊക്കെ നമ്മുടെയൊക്കെ വീടുകളിൽ ആഴ്ചയിൽ ഒരിക്കൽ നമ്മുടെ അമ്മമാരെങ്കിലും ഉപവസിക്കുമായിരുന്നു. അത് ചിലപ്പോൾ വെള്ളിയാഴ്ചയായിരിക്കും, ചിലപ്പോൾ ബുധനാഴ്ചയായിരിക്കും. ആഴ്ചയിൽ ഒരിക്കൽ ഉപവസിക്കുന്ന അമ്മമാരുണ്ടായിരുന്നു. ഇപ്പം നമ്മൾ പള്ളികളിൽ ചോദിക്കുകയാണ്, ആഴ്ചയിൽ ഒന്ന് കൃത്യമായിട്ട് ഉപവസിക്കുന്ന എത്ര പേരുണ്ടെന്ന് ചോദിച്ചാലുണ്ടല്ലോ, ഒരു 10,000 വീട്ടുകാരുള്ള പള്ളിയിൽ നടക്കുന്ന വാർഷിക ധ്യാനത്തിന് പള്ളി നിറഞ്ഞാളിരിക്കുമ്പോൾ പോലും കൈ പൊക്കുന്നത് ചിലപ്പോൾ ഒരു 5-6 പേരായിരിക്കും. നമുക്ക് ആ ശീലം തിരിച്ചു പിടിക്കണ്ടേ? ഈ നോമ്പിൻ്റെ കാലത്ത്, ഈ നോമ്പ് കാലത്ത് എല്ലാ വെള്ളിയാഴ്ചയും നമുക്ക് ഉപവാസ ദിനമായിട്ട് ആചരിക്കണം. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവർ ചെയ്യേണ്ടതാണ്. എല്ലാ വെള്ളിയാഴ്ചയും നമുക്ക് ഉപവാസം എടുക്കണം. ഉപവാസം എടുത്തിട്ട് ആ ഉപവാസത്തിൻ്റെ ഒരു മിച്ചം കിട്ടുമല്ലോ. രാവിലെ 4 പേര് ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ അതിൻ്റെ കുറച്ച് മിച്ചം കിട്ടത്തില്ലേ? ഉച്ചയ്ക്ക് 4 പേര് ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ആ സ്പെൻഡ് ചെയ്യേണ്ട തുക കുറച്ച് മിച്ചം കിട്ടത്തില്ലേ? അത് നമുക്ക് സൂക്ഷിച്ചു വെക്കണം. ആ തുക, അതിനേക്കാൾ വലിയ തുകയൊക്കെ നിങ്ങൾക്ക് അല്ലാതെ തന്നെ കൊടുക്കാനുണ്ട്, എനിക്കറിയാം. ഇത് കേൾക്കുന്ന എത്രയോ പേർക്ക് അതിൻ്റെ എത്രയോ മടങ്ങ് ചുമ്മാ എടുത്ത് പാവം കൊടുക്കാൻ പറ്റും. പക്ഷെ അങ്ങനെ കൊടുക്കുമ്പോൾ നമ്മൾ ആ പെയിൻ അനുഭവിക്കുന്നില്ലല്ലോ. ഉപവാസം എടുത്തതിൻ്റെ വീതം ഒന്ന് മാറ്റി വെച്ചിട്ട് നമുക്ക് അവസാനം ഇതൊരു പുണ്യപ്രവർത്തിക്ക് വേണ്ടി ഉപയോഗിക്കണം. അത് നിങ്ങൾ മാറ്റിവെക്കുക. ഞാൻ അവസാനം പറയാതെ അത് നമുക്കൊന്ന് ഇങ്ങനെ മാറ്റി സൂക്ഷിച്ച് വെക്കണം. ഉപവാസം എടുക്കണം. ഈശോയുടെ കരുണയെക്കുറിച്ച് മറ്റുള്ളവരോട്
സംസാരിക്കണം. അത് നമുക്ക് നാളത്തെ ടോക്കിൽ വരുന്നുണ്ട്, അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ചെയ്യാം. മറ്റൊന്നുള്ളത്, ഈ 50 ദിവസം സാധിക്കുമെങ്കിൽ എല്ലാവരും പങ്കെടുക്കുന്ന ആരോഗ്യമുള്ള, നടന്നോ വാഹനത്തിലോ ഇടവകപ്പള്ളി വരെ പോകാൻ ആവതുള്ള എല്ലാവരും എല്ലാ ദിവസവും പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കണം. നമുക്ക് ഈ കോവിഡ് കഴിഞ്ഞപ്പോൾ വന്ന ഒരു അപകടം, നമ്മുടെ ശരീരത്തിന് കുറച്ച് ക്ഷീണമൊക്കെ ഉണ്ട്. പക്ഷേ ഈ ക്ഷീണം ഉണ്ടായിരുന്നപ്പോഴും നമ്മൾ മുമ്പ് പള്ളിയിൽ പോകുമായിരുന്നു. കോവിഡിന് ശേഷമായപ്പോൾ എല്ലാം ടി വിയിലുണ്ടല്ലോ, എല്ലാം യൂട്യൂബിലുണ്ടല്ലോ, അത് മതിയല്ലോ എന്ന് വിചാരിച്ചിട്ടുണ്ട്. പിശാചിൻ്റെ ആധുനിക തട്ടിപ്പാണത്. ഒരു കാലത്ത് നമ്മൾ ഇതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തു, ടി വിയെ, യൂട്യൂബിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തു. ഇപ്പോൾ ദേവാലയങ്ങൾ തുറന്നില്ലേ, നമുക്ക് വീണ്ടും ആരാധനയ്ക്കുള്ള സൗകര്യം ലഭിച്ചില്ലേ, അതുകൊണ്ടൊരു അലസത കൊണ്ടാണ് വീട്ടകത്തിരിക്കുന്നതെങ്കിൽ അത് വേണ്ട, നമുക്ക് തിരിച്ചു പിടിക്കണം. ആ പഴയ കരുത്തും ഊർജവും തിരിച്ചു പിടിച്ച് എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയ്ക്ക് പോകാൻ ഞാൻ നിങ്ങളെ സ്നേഹപൂർവ്വം ആഹ്വാനം ചെയ്യുകയാണ്. ഉപവസിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഉപവാസം എന്ന വാക്കിൻ്റെ അർത്ഥം ദൈവത്തോട് ചേർന്നിരിക്കുക. മാംസവർജനം അല്ലെങ്കിൽ ഭക്ഷണവർജനം അതൊക്കെ അതിൻ്റെ ഭാഗമാണെങ്കിലും നമ്മൾ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്ന ആശയം എന്താ? ഉപവസിക്കുക, കർത്താവിനോട് ചേർന്ന് വസിക്കുന്ന അനുഭവം ഉണ്ടാകുക. ഒരു 3 ബൈബിൾ വാക്യം കുറിച്ചെടുത്തോ, അല്ലെങ്കിൽ ബൈബിൾ എടുത്തോ. എന്തിനാ കുറിച്ചെടുക്കാൻ നിൽക്കുന്നത്? ബൈബിൾ എടുക്കുക, വേഗം ബൈബിൾ എടുക്കുക. സ്വഭാവത്തിന് മാറ്റമൊന്നുമില്ല, ഞാനിതാ പറഞ്ഞുകൊണ്ടേ ഇരിക്കും. ബൈബിൾ എടുക്കണം, ബൈബിൾ എടുത്ത് ഒരു പേന കൈ കാണണം, ഒരു ചെറിയ കടലാസ് കയ്യിലുണ്ടെങ്കിൽ നല്ല കാര്യം, അല്ലെങ്കിൽ ബൈബിളിൽ വരച്ചിടുക. 1 രാജാക്കന്മാർ 19:4. ഞാനൊരു 3 ബൈബിൾ വാക്യം പറഞ്ഞ് ഇന്നത്തെ ഈ പ്രാരംഭ പ്രഭാഷണം, നമ്മുടെ ഈ കാരുണ്യ വഴിയുടെ ആദ്യത്തെ ടോക്ക് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ഈ 3 ബൈബിൾ വാക്യങ്ങൾ നിങ്ങൾക്ക് ധ്യാനിക്കാൻ വേണ്ടി തരികയാണ്, ഹോംവർക്കാണ്. ഈ 3 ബൈബിൾ വാക്യങ്ങൾ വെച്ച് നിങ്ങളും ഈ ദിവസങ്ങളിലെല്ലാം നമുക്കിങ്ങനെ കൊച്ചു കൊച്ചു ഹോംവർക്ക് തരും. ഇത് ഈ ഒരു അരമണിക്കൂറിൻ്റെയോ 3/4 മണിക്കൂറിൻ്റെയോ റെഡിമെയ്ഡ് പ്രോഗ്രാമായിട്ട് തീർന്നു പോകാതെ നിങ്ങളുടെ ചിന്തയുടെയും സംസാരത്തിൻ്റെയും ഭാഗമാകണമെങ്കിൽ നിങ്ങൾ എന്നോട് ചേർന്ന് പങ്കെടുക്കണം, ഇതിനകത്ത് ഇൻവോൾവ് ആകണം. അതിനു വേണ്ടിയിട്ടാണ് ഈ 3 ബൈബിൾ വാക്യങ്ങൾ ഞാൻ വ്യാഖ്യാനിക്കാൻ പോകാതെ നിങ്ങളുടെ ചിന്തക്കിട്ട് തരുന്നത്. നമ്മൾ വായിക്കുന്നത് 1 രാജാക്കന്മാർ 19:4 വായിക്കുന്ന കാര്യം ഇങ്ങനെയാണ്: അവിടെ നിന്ന് അവൻ തനിയെ മരുഭൂമിയിലൂടെ ഒരു ദിവസത്തെ വഴി നടന്ന് ഒരു വാടാമുൾച്ചെടിയുടെ തണലിലിരുന്നു. ആര്? ഏലിയ ഒരു ദിവസത്തെ വഴി നടന്ന് തളർന്ന് ഒരു വാടാമുൾച്ചെടിയുടെ തണലിൽ ഇരുന്നു. ഈ ജസബലും ആഹാബും ഓടിച്ചിട്ട് ഓടിത്തളർന്ന ഏലിയ ഓടിത്തളർന്ന് ഒരു വാടാമുൾച്ചെടിയുടെ തണലിൽ ഇരുന്നു. ഓർത്തു വെക്കേണ്ടത്, ഏലിയ ഒരു വാടാമുൾച്ചെടിയുടെ തണലിൽ ഇരുന്നു. അത് ഓർത്തു വെക്കുക. അടുത്തത് പുറപ്പാട് 2:15. പുറപ്പാട് 2-ാം അധ്യായം 15-ാം വാക്യം. നിങ്ങൾ എൻ്റെ കൂടെ തന്നെ താള് മറിച്ച് അത് അടയാളപ്പെടുത്തി വരച്ചു വെക്കുക. ഇങ്ങനെയാണത്. പുറപ്പാട് പുസ്തകം 2-ാം അധ്യായം 15-ാം വാക്യം. ഫറവോ ഈ കാര്യം കേട്ടപ്പോൾ മോശയെ വധിക്കാൻ ഉദ്യമിച്ചു. നേരത്തെ പോലെ തന്നെ ജസബലും ആഹാബും ഏലിയായെ കൊല്ലാൻ നോക്കി. ഏലിയ ഓടി തളർന്ന് എവിടെ പോയിരുന്നു? ഒരു വാടാമുൾച്ചെടിയുടെ തണലിൽ ഇരുന്നു. ഇവിടെ ഫറവോ മോശയെ കൊല്ലാൻ ഓടിക്കുന്നു. അവൻ ഓടി എവിടെ ചെന്നു? പക്ഷേ ഒളിച്ചോടി മിദിയാൻ പട്ടണത്തിലെത്തി, നാട്ടിലെത്തി. അവിടെ ഒരു കിണറിന് സമീപം ഇരുന്നു. 2 ബൈബിൾ വാക്യങ്ങൾ മതി. ഏലിയ ഓടി ഒരു വാടാമുൾച്ചെടിയുടെ തണലിൽ ഇരുന്നു. മോശ ഓടി മിദിയാനിൽ കിണറിൻ്റെ സമീപത്ത് ഇരുന്നു. ഏലിയ ഇരുന്ന വാടാമുൾച്ചെടി പോലെ കുരിശിൻ്റെ തണലിൽ ഇരിക്കാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. നമ്മളെ ഭയപ്പെടുത്തുന്ന, വേട്ടയാടുന്ന പിശാചിൻ്റെ തിന്മയുടെ ശക്തികളിൽ നിന്ന് കുതറിയോടിയിട്ട് ഒരു വാടാമുൾച്ചെടിയുടെ തണലിരിക്കുന്നത് പോലെ വിരിച്ച ശിഖരങ്ങളുള്ള കുരിശിൻ്റെ തണലിരിക്കുവാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഫറവോയിൽ നിന്ന് ഓടിക്കിതച്ചെത്തിയ മോശ മിദിയാനിലെ കിണറിൻ്റെ സമീപത്തിരുന്നത് പോലെ ഈ കാലഘട്ടം ഒരുക്കുന്ന ഒരുപാട് വിശപ്പിൻ്റെ, ദാഹത്തിൻ്റെ അനുഭവങ്ങളിൽ വാടിത്തളർന്ന നമ്മൾ കാൽവരിയിലെ ഉറവറ്റാത്ത കിണറിൻ്റെ സമീപത്തിരിക്കുന്നത് പോലെ ഒരു അനുഭവമാകണം ഈ കാരുണ്യ വഴി. അതുകൊണ്ട് ഒരു വാടാമുൾച്ചെടിയുടെ, ഒരിക്കലും വാടാത്ത ഒരു മുൾച്ചെടിയുടെ തണലിരിക്കുവാൻ, കുരിശിൻ്റെ ചുവട്ടിലിരിക്കുവാൻ, ഉറവറ്റാത്ത കിണറിൻ്റെ സമീപത്ത്, മിദിയാനിലെ കിണർ പോലെ ഉറവറ്റാത്ത കാൽവരിയിലെ കിണറിൻ്റെ സമീപത്ത് ഇരിക്കുവാൻ. അവൻ്റെ നെഞ്ചാണ് ആ കിണർ, ആ കിണറാണ് പടയാളി കുത്തി തുറന്നത്.
ആ കിണറിൻ്റെ സമീപത്തിരിക്കുവാൻ ഈ കാരുണ്യ വഴി ശുശ്രൂഷയിലൂടെ നിങ്ങളേവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ദിവ്യകാരുണ്യ ആരാധനയിലേക്ക് പ്രവേശിക്കാം. ആമേൻ. ഇന്നത്തെ പ്രവൃത്തി 1 രാജാക്കന്മാർ 19:4, പുറപ്പാട് 2:15. ഈ ബൈബിൾ ഭാഗങ്ങൾ വായിച്ച് ധ്യാനിക്കുക. ആരാധിപ്പാൻ യോഗ്യൻ, സ്തുതികളിൽ വസിക്കും ആത്മനാഥനെ ആരാധിച്ചിടാം. ആരാധിപ്പാൻ യോഗ്യൻ, സ്തുതികളിൽ വസിക്കും ആത്മനാഥനെ ആരാധിച്ചിടാം. ആത്മാവിൻ്റെ നിറവിൽ, കുരിശിൻ്റെ മറവിൽ യേശുനാഥനെ ആരാധിച്ചിടാം. ആത്മാവിന്റെ നിറവിൽ, കുരിശിന്റെ മറവിൽ യേശുനാഥനെ ആരാധിച്ചിടാം. ആരാധന, 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 ആരാധന. ഈശോയെ, പരിശുദ്ധനായവനെ, നിനക്ക് ആരാധന. കർത്താവേ, നിന്റെ പീഡാസഹനത്തെയും കുരിശുമരണത്തെയും തിരുവുദ്ധാനത്തെയും ധ്യാനിച്ച് കാരുണ്യ വഴി എന്ന ഈ ശുശ്രൂഷയിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുമ്പോൾ ഇങ്ങനെയൊരു ശുശ്രൂഷ ഞങ്ങൾക്കായി ഒരുക്കി തരുന്നതിനെ ഓർത്ത് കർത്താവേ, നിനക്ക് നന്ദി പറയുന്നു. ഇനി വരുന്ന 40 നാൾ, 40ാം വെള്ളിയാഴ്ച വരെ ശ്രദ്ധയോടും ഭക്തിയോടും ആത്മാർത്ഥതയോടും വലിയ സമർപ്പണത്തോടും കൂടെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുവാൻ ഞങ്ങളെ നീ സഹായിക്കണമേ. കർത്താവേ, ഏറെ പരിമിതികളുടെ നടുവിലാണ് ഞങ്ങൾ ജീവിക്കുന്നത്. മനുഷ്യ സഹജമായ ബലഹീനതകൾ ഏറെ ഞങ്ങളിലുണ്ട്. അതിനെയൊക്കെ അതിജീവിച്ച് താല്പര്യപൂർവം ഈ ശുശ്രൂഷ മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശങ്ങൾ പാലിച്ച് വചന വഴിയെ, കുരിശിൻ്റെ വഴിയെ നടക്കുവാൻ ഞങ്ങളെ നീ ഒരുക്കണമേ. വലിയ വിശുദ്ധീകരണത്തിൻ്റെ അനുഭവമായി ഈ ദിനങ്ങൾ കർത്താവേ നീ മാറ്റണമേ. ഞങ്ങളുടെ നിസ്സാരതകളെ, ബലഹീനതകളെ കാര്യമായി എടുക്കാതെ നിന്റെ കരുണയിൽ ഞങ്ങളെ പൊതിഞ്ഞു പിടിക്കണമേ. കാരുണ്യ വഴിയിലൂടെ നടക്കുവാൻ ഞങ്ങളെ നീ കൈപിടിക്കണമേ. ഈശോയെ, ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങളെയും, ഞങ്ങളെ തന്നെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും കുടുംബത്തെയും സഭ മുഴുവനെയും തിരുമുമ്പാകെ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോ, കരുണയോടെ നിന്റെ ജനത്തെ നോക്കണേ. സുവിശേഷത്തിലെ ഏറ്റവും സുന്ദരമായ വാക്യം അവന് അവരോട് അലിവ് തോന്നി എന്നതാണല്ലോ. ഈശോയെ, അലിവോടെ ഞങ്ങളെ നോക്കണമേ. ജീവിതത്തിൻ്റെ പ്രാരാബ്ധങ്ങൾ, ഞങ്ങളുടേതായിട്ടുള്ള പരിഭവങ്ങൾ, ഉത്കണ്ഠകൾ, ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകൾ
ഒരുപാട് സങ്കടങ്ങളോടെയാണ് കർത്താവേ കാരുണ്യ വഴിയുടെ ആദ്യ ദിനം പരസ്പരം കൈകോർത്ത് പിടിച്ച് ഞങ്ങളോടൊപ്പം ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്നവരെ ആത്മനാ ചേർത്ത് പിടിച്ച് ഞങ്ങൾ യാത്ര ആരംഭിക്കുകയാണ് നിന്റെ കുരിശിൻ്റെ ചുവട്ടിലേക്ക്. കർത്താവേ, നിന്റെ കരുണ അനുഭവിക്കുവാൻ, നിന്റെ സ്നേഹം അനുഭവിക്കുവാൻ ഞങ്ങളെ നീ സഹായിക്കണമേ. ദൈവജനമേ, കാരുണ്യ വഴിയുടെ നിയോഗങ്ങളായ ആത്മവിശുദ്ധീകരണം, കുടുംബ വിശുദ്ധീകരണം, സഭയുടെ വിശുദ്ധീകരണം തിരുമുമ്പാകെ നമുക്ക് സമർപ്പിക്കാം. പ്രത്യേകമായി നമ്മുടെ വിശുദ്ധീകരണത്തിനായി ദിവ്യകാരുണ്യ മുമ്പാകെ നമുക്ക് യാചിക്കാം. ഈശോയെ, ഞങ്ങളുടെ വിശുദ്ധീകരണത്തിന് ഉതകുന്നവ ചെയ്യുവാൻ ഞങ്ങളെ നീ ബലപ്പെടുത്തണമേ. ഞങ്ങളുടെ വിശുദ്ധിക്ക് തടസ്സമായി നിൽക്കുന്നവയെ ഒഴിവാക്കുവാൻ, മുറിച്ചു കളയുവാൻ, അവയിൽ നിന്നും മാറി നടക്കുവാൻ ഞങ്ങൾക്ക് നീ കൃപ പകരണമേ. ദൈവജനമേ, നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തി ജീവിതത്തെ, നമ്മുടെ സാഹചര്യങ്ങളെ ഈശോയുടെ മുമ്പാകെ സമർപ്പിച്ച് കാരുണ്യ വഴിയുടെ ആരംഭ ദിനത്തിൽ കർത്താവിൻ്റെ കരുണ നമ്മുടെ എല്ലാ പാപചായ്വുകളിലേക്കും ബലഹീനതകളിലേക്കും നിസ്സാരതകളിലേക്കും ചൊരിയപ്പെടുവാൻ ആഗ്രഹിച്ചുകൊണ്ട് നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. ഈശോ, കരുണ തോന്നണേ. കരുണ തോന്നണേ നാഥ, അലിവു തോന്നണേ, അനുഗ്രഹിക്കണേ നാഥ, അനുഗ്രഹിക്കണേ. കരുണ തോന്നണേ നാഥ, അലിവു തോന്നണേ, അനുഗ്രഹിക്കണേ നാഥ, അനുഗ്രഹിക്കണേ. ഈശോയെ, ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. ഈശോ, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാ കുടുംബങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ ഭവനങ്ങളെയും, ഓരോ വീടിൻ്റെ സങ്കടങ്ങളെയും തിരുമുമ്പാകെ പരമേൽപ്പിക്കുന്നു. ഈശോയെ, വലിയ സംഘർഷങ്ങളിലൂടെ കടന്നു പോകുന്ന കുടുംബങ്ങളുണ്ട്, തകർച്ചയുടെ വക്കിൽ നിൽക്കുന്ന കുടുംബങ്ങളുണ്ട്, വലിയ സാമ്പത്തിക ബാധ്യതയാൽ വലയുന്ന കുടുംബങ്ങളുണ്ട്, രോഗങ്ങൾ ഉലച്ചു കളഞ്ഞ കുടുംബങ്ങൾ, ഐക്യം നഷ്ടപ്പെട്ട കുടുംബങ്ങൾ. ഈശോയെ, ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേൽ, പ്രത്യേകമായി ഞങ്ങളുടെ തലമുറകളുടെ മേൽ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മേൽ നീ കരുണയാകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കരുണ തോന്നണേ നാഥ, അലിവു തോന്നണേ, രക്ഷയേകണേ നാഥ, രക്ഷയേകണേ. കരുണ തോന്നണേ നാഥ, അലിവു തോന്നണേ, രക്ഷയേകണേ നാഥ, രക്ഷയേകണേ. ഈശോയെ, തിരുസഭയുടെ വിശുദ്ധീകരണത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിന്റെ സഭയുടെ മേൽ നീ കരുണയാകണേ. ഈശോയെ, നിന്റെ സഭ സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കുന്ന സമൂഹമായി ഈ ഭൂമിയിലായിരിക്കുവാൻ, ധീരതയോടെ സുവിശേഷ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുവാൻ, നീ പഠിപ്പിച്ച പാഠങ്ങൾക്ക് ചുറ്റുമുള്ളവരുടെ മുമ്പിൽ സാക്ഷ്യം നൽകുവാൻ തക്കവണ്ണം വിശുദ്ധിയിൽ നിന്റെ സഭയെ നീ കാക്കണമേ. വൈദികരെ, സന്യസ്തരെ, മേൽപ്പട്ടക്കാരെ, ദൈവജനം മുഴുവനെയും കർത്താവെ നിന്റെ കരുണയ്ക്കായി സമർപ്പിച്ച് തിരുസഭയുടെ വിശുദ്ധീകരണത്തിനായി സഭയുടെ മേൽ കരുണയാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരുണ തോന്നണേ നാഥ, അലിവു തോന്നണേ, ശക്തിയേകണേ നാഥ, ശക്തിയേകണേ. കരുണ തോന്നണേ നാഥ,
ആരോഗ്യമുള്ളവരൊക്കെ ദിവ്യകാരുണ്യ മുമ്പാകെ മുട്ടിന്മേൽ നിന്ന് പിതാവിൻ്റെ കരുണയ്ക്കായി നമ്മൾ യാചിക്കാൻ പോവുകയാണ്. പുത്രൻ്റെ പീഡാസഹനങ്ങളുടെ യോഗ്യതകളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ എന്ന് കരുണക്കൊന്ത ചൊല്ലി തിരുമുമ്പാകെ നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചു അടക്കപ്പെട്ട് പാതാളങ്ങളിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ പ്രിയപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്യനെ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്യനെ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്യനെ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ പ്രിയപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു.
അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ
കരുണയുണ്ടാകേണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ പ്രിയപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ പ്രിയപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ
പീഡാസഹനങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്യനെ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്യനെ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്യനെ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ പ്രിയപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ
അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. കാരുണ്യ വഴിയുടെ ഒന്നാം നാൾ, ദിവ്യകാരുണ്യ ആരാധനയുടെ സമാപനത്തിലേക്ക് നമ്മൾ എത്തുമ്പോൾ, ഇന്ന് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാൻ നമ്മൾ ഒരുങ്ങുമ്പോൾ പ്രത്യേകമായി ഈ ശുശ്രൂഷയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. കാരുണ്യ വഴിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. തമ്പുരാൻ്റെ കരുണയുടെ വഴിയാണിത്. ഈശോയെ, ഈ ശുശ്രൂഷ നയിക്കുന്നവരുടെ മേൽ, ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവരുടെ മേൽ, ഇതിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും മേൽ നിന്റെ കരുണ ചൊരിയണമേ എന്നുള്ള പ്രാർത്ഥനയോടെ ഈ ശുശ്രൂഷ നമ്മുടെ മുമ്പിലേക്ക് വയ്ക്കുന്ന നിർദ്ദേശങ്ങൾ, നമ്മൾ പാലിക്കേണ്ട കാര്യങ്ങൾ വിശ്വസ്തയോടെ താല്പര്യത്തോടെ പൂർത്തിയാക്കാൻ തക്ക വിധം നിന്റെ പരിശുദ്ധാത്മാവിനെ അയച്ചു ഞങ്ങളെ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിച്ച് ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമൊരപ്പം നീ മർത്തിനു മുക്തി പകർന്നരുളും നിത്യമഹോന്നത അപ്പം നീ നിത്യമഹോന്നത അപ്പം നീ മാനവരേ മോദമോടെ നാഥനെ വാഴ്ത്തി പാടിടുവിൻ. ദൈവത്തിൻ പരിപാവനമാ സന്നിധി ചേർന്നു വണങ്ങിടുവിൻ. സന്നിധി ചേർന്നു വണങ്ങിടുവിൻ. സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമൊരപ്പം നീ മർത്തിനു മുക്തി പകർന്നരുളും നിത്യമഹോന്നത അപ്പം നീ നിത്യമഹോന്നത അപ്പം നീ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാ ദിവ്യ കടാക്ഷം
തൂകണമേ വത്സലസുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. ആരാധന 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 ആരാധന. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഏറ്റവും പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആരാധിപ്പാൻ യോഗ്യൻ സ്തുതികളിൽ വസിക്കും ആത്മനാഥനെ ആരാധിച്ചിടാം. ആരാധിപ്പാൻ യോഗ്യൻ സ്തുതികളിൽ വസിക്കും ആത്മനാഥനെ ആരാധിച്ചിടാം. ആത്മാവിൻ്റെ നിറവിൽ കുരിശിൻ്റെ മറവിൽ യേശുനാഥനെ ആരാധിച്ചിടാം.